റിയാസ് ആണ്. നമ്മളിന്നുള്ളത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന് പറയുന്ന പ്രദേശത്തെ വലിയൊരു ക്ഷേത്രത്തിലാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന് നിഴലില്ല എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഈ ക്ഷേത്രത്തെ ഒന്ന് വിശദമായിട്ട് കണ്ടുവന്നാലോ? ഫോളോ. അങ്ങനെ മാലിക്കിനെ നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ അമ്പലത്തിൻ്റെ നോർമൽ ഔട്ടർ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. നമ്മളവിടുത്തെ പാറകൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. കരിങ്കല്ലല്ല, പാറകൾ കേട്ടോ. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ അതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ. നിഴലില്ലാത്തൊരു ക്ഷേത്രം എന്നാണ് തഞ്ചാവൂർ വലിയ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് കേട്ടോ. ഫുള്ളായിട്ട് നല്ല ക്രൗഡ് കേട്ടോ. ഒന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ക്ഷേത്രമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഗതികളുണ്ട്. ഇതാണ് കവാടം. കവാടത്തിൽ കൂടി നമ്മളിങ്ങനെ കയറിപ്പോണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഫ്രണ്ടേജിലാട്ടോ വന്ന് നിൽക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഇതുപോലെ മാലകൾ വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇതുപോലെ ഇവിടെ ഒരു കല്ലിൽ ഇവിടുത്തെ ചരിത്ര വിശേഷിപ്പുകളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ വലത്തെ ഭാഗത്തേക്കാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു കിടങ്ങ് തീർത്തിട്ട് വലിയൊരു മതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ കല്ലുകൾ വെച്ചിട്ടാണ്, കരിങ്കല്ലും എല്ലാം മിക്സ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കവാടത്തിൻ്റെ ഇരു സൈഡുകളിലും 2 കൗണ്ടർ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്വാമിയുടെ രൂപം വരുന്നുണ്ട്. അവിടെ അതേപോലെ വരുന്നുണ്ട് കേട്ടോ. ഒരു സെക്യൂരിറ്റിയും വരുന്നുണ്ട്. ഇനി നമുക്കിങ്ങനെ ഉള്ളിലേക്ക് കയറി നോക്കട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരുപാട് പഴമയെ നിലനിർത്തുന്ന രീതിയിലുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വലിയൊരു കവാടട്ടോ. ഏകദേശം ഒരു 5-6 ആളെ അടി ഹൈറ്റ് വരും ഈ ഒരു കവാടത്തിൽ. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇതിൻ്റെ വലിയൊരു കൊത്തുപണികൾ കൊണ്ട് തീർത്തൊരു കവാടത്തിലേക്കട്ടെ 8ാമത്തെ കവാടം നമ്മൾ എത്തിക്കുക. ഭയങ്കര മനോഹരമായിട്ടുണ്ട് എന്നുള്ളതാണ്. കൊത്തുപണികൾ കൊണ്ട് തീർത്ത് ഭയങ്കരമായിട്ട് പെയിൻറ്റും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. കൽപ്പണികൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തമിഴിൽ, ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഏകദേശം ഈ അമ്പലത്തിൻ്റെ മാപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഈ ഒരു കവാടത്തിലേക്കാട്ടോ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതായത് കൊത്തുപണികൾ കൊണ്ട് തീർത്ത കവാടത്തിലേക്ക്. ഇവിടെ ഏകദേശം ഒരു 7-8 ആളെ ഹൈറ്റെങ്കിലും വരും കേട്ടോ. ഈ ഒരു കവാടത്തിൻ്റെ ഹൈറ്റ് പല ഡിസൈനുകളിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ 2ാമത്തെ കവാടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഗ്രൗണ്ട് നമുക്ക് കാണാം കേട്ടോ. നമുക്ക് ചെരുപ്പ് ഊരി വെക്കാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം കേട്ടോ പോകാൻ നമുക്കുള്ളിലേക്ക്. ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും സാധനങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടറുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് ഊരാണ് കേട്ടോ. ഷൂ ഊരാണ്. ഷൂ ഊരിയിട്ട് ഇവിടെ ഏൽപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ടോക്കൺ എടുക്കണം കേട്ടോ. അപ്പോളേ ഇതുപോലെ ബോക്സുകളിൽ ചാക്കുകൾ ഉണ്ടാവും കേട്ടോ. അതിൽ നമ്മൾ ചെരുപ്പാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഹുക്കുകളിൽ കൊളുത്തിടുക. ഇങ്ങനെ ഹുക്കുകൾക്കൊക്കെ നമ്പർ ഉണ്ട് കേട്ടോ. ഈ നമ്പർ നമ്മളവിടെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു ടോക്കൺ തരും. അപ്പോൾ നമുക്ക് ഏത് ഹുക്കിലാണ് കൊളുത്തിയെന്നുള്ള അറിയാനും കഴിയും, അവർക്കും അറിയാൻ പറ്റും കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും കൊളുത്തുകളുണ്ട്. ഇവിടെ ഇങ്ങനെ ബോക്സുകൾ വരുന്നുണ്ട്. അങ്ങനെ ഈ കാണുന്ന ഏരിയയിലൊക്കെ അതുപോലെ ചെരുപ്പുകൾ തൂക്കി വെച്ചേക്കാണ് കേട്ടോ. നമ്മളത് A32 എന്നുള്ള ഈ നമ്പറിൽ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന കവറുകളിലൊക്കെ ചെരുപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടോക്കൺ മേടിച്ചിട്ടുണ്ട് കേട്ടോ. 3 ചെരുപ്പിന് 10 രൂപയാണ് മേടിച്ചിട്ടുള്ളത്. ഏകദേശം 3 രൂപയാണ് ഓരോ ചെരുപ്പിന് ഈടാക്കുന്നത് കേട്ടോ. ഈ ഏരിയയിൽ ഇങ്ങനെ പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സെൻറ്റർ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 3ാമത്തെ കവാടം കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുറ്റുപുറത്ത് നോക്കുകയാണെങ്കിൽ പല വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞൊരു ഏരിയ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിന്മേൽ വലിയ ശില്പങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. തത്തകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ശില്പമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒറ്റ കല്ലിലാണ് തീർത്തിട്ടുള്ളത് എന്നാണ് കേട്ടോ.
മനോഹരമായിട്ടുണ്ട്. എല്ലാ ശില്പങ്ങളും വ്യത്യസ്തമായിട്ടുള്ള അഴകിലും ഡിസൈനിലുമാണ് തീർത്തിട്ടുള്ളത് കേട്ടോ. ക്ഷേത്രത്തിൽ കയറുമ്പോഴേ ഇതുപോലത്തെ ഫാൻസി ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ അലോട്ടാണ്, അതായത് സാരി, പിന്നെ ചുരിദാർ കാര്യങ്ങൾ, പാൻറ്, ഷർട്ട്, തുണി അങ്ങനെയുള്ളതൊക്കെ അലോട്ടാണ്. ഇതുപോലെയുള്ള ഹാഫ് കാര്യങ്ങൾ ന്യൂ മോഡലായിട്ടുള്ള ഒന്നും അലോട്ടല്ല കേട്ടോ. അതേപോലെ നൈറ്റ് അലോട്ടല്ല. പിന്നെ ഇതുപോലെ നമ്മളിങ്ങനെ ലൈനായിട്ട് പോകണം കേട്ടോ. അവിടെ സ്കാനർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വലിയൊരു വാതിൽ വരുന്നുണ്ട് കേട്ടോ, ഗേറ്റ് വരുന്നുണ്ട്. ഈ കല്ലുകളിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, പല ലിപികളിലും കൊത്തി വെച്ചിട്ടുണ്ട്. എല്ലാ കല്ലുകളിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ തപസ്സൊക്കെ ഇരിക്കാൻ പറ്റിയൊരു ഏരിയ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോഴും അവിടെ കുറേ ലിപികളുണ്ട് കേട്ടോ. ഏകദേശം 2 ആളെ ഹൈറ്റ് വരെ ചെയ്തിട്ടുണ്ട്. അവിടെ അതുപോലെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സ്കാനർ ഇവിടെയാണ് കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ശിവശിവ എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുള്ള ഒരു കവാടം കൂടി കടക്കാനായിട്ടുണ്ട് കേട്ടോ, ഒരു സ്റ്റേജ്. ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള കെട്ടിട നിർമ്മിതികൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒക്കെ പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വലത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതുപോലത്തെ ഒരു ഇരിക്കാനായിട്ടുള്ള ഒരു ഇരിപ്പിട സംവിധാനം കാണുന്നുണ്ട് കേട്ടോ. ഫുള്ള് കല്ലുകളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കട്ടോ. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽ തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതുപോലെ ചെറിയൊരു സ്റ്റോൾ വരുന്നുണ്ട് കേട്ടോ. വെള്ളം നമുക്ക് എടുക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ കല്ലുകളിൽ തീർത്ത ജനവാതിലുകളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റായി തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായി തോന്നി. ഇതിൻ്റെ ഉൾഭാഗങ്ങളിൽ ഒരുപാട് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലുള്ളതായിട്ട്. ഇങ്ങനത്തെ ഒരുപാട് കൗണ്ടറുകൾ കാണുന്നുണ്ട്. എല്ലാം നമുക്ക് വിശദമായിട്ട് പോയി കാണാം. ഈ കല്ലുകളിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള കൊത്തി ലിപികൾ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മളെ പുതിയ ആളുകൾ വന്ന് എഴുതി വെച്ചതല്ല, മുൻകാലങ്ങളിൽ അവർ എഴുതി വെച്ച് പോയ ലിപികളാണ് കേട്ടോ. അങ്ങനെ ഈ കാണുന്നത് വരാന്തയാണ് കേട്ടോ. ഈ വരാന്തയിലൂടെ നമുക്ക് നടന്നു നോക്കാം. കയറുന്ന കല്ലുകളിലാണ് കേട്ടോ, ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ അറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ കൊത്തുപണികളൊക്കെ പല ആളുകളും വെറുതെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മോശമാണ് കേട്ടോ, പുതിയ കലാവിരുതുകൾ. കാരണം അതൊക്കെ പിന്നീട് കാലങ്ങൾ വരുമ്പോഴേ കൂടുതൽ ആളുകൾ എഴുതി കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നീട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളിലേക്കൊക്കെ പോയിക്കൂടായില്ല. ഇവിടെയൊക്കെ വെറുതെ കൊത്തുപണികൾ വെറുതെ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ കണ്ട കൊത്തുപണികളുമാതിരി ചെയ്ത് വെക്കണം. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ഓരോ സംഭവങ്ങളും അന്നത്തെ ആൾക്കാർ എഴുതി വെച്ചതാണ്. ഇതുപോലെ അവനവൻ്റെ പേരും അവനവൻ്റെ കാമുകിയുടെ പേരും എഴുതി വെക്കുന്ന പരിപാടിയല്ല കേട്ടോ അന്നുണ്ടാക്കണേ. അപ്പോൾ സംഭവം ഭയങ്കര സങ്കടമായി പോയി. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ വിഗ്രഹങ്ങളും കാര്യങ്ങളും പൂജകളും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളാണ് കേട്ടോ ഓരോ കൗണ്ടറിലുള്ളത്. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഇത്രയും വിളക്കുകളാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആധികാരികമായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ സംസാരിക്കണില്ല കേട്ടോ. എല്ലാം സെയിം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ആ കാണുന്ന അറ്റം വരെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും ലെങ്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ കേട്ടോ 1950 എന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴിൽ. ഇതൊക്കെ ഓരോ രേഖകളും കാര്യങ്ങളും ആക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഈ കല്ലിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ ഇഷ്ടത്തിന് കൊത്തിയിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. അങ്ങനെ ഈ ഒരു ഏരിയക്ക് വരുമ്പോൾ അതുപോലെ ജനലുകൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു ജനൽ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡുകളിലൊക്കെ ഇതുപോലത്തെ വിളക്കുകളാണ് കേട്ടോ. ആ കാണുന്ന ലെങ്ത്ത് വരെ വിളക്കുകളാണ് കേട്ടോ. ഇതുപോലെ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു അറക്കുള്ളിലാണ് വെച്ചിട്ടുള്ളത്. ആദ്യം ഓപ്പൺ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും. പിന്നീട് ഇതിങ്ങനെ എഴുത്തും കാര്യങ്ങളും മറ്റൊക്കെ വന്നതിൻ്റെ ശേഷം അടച്ചിട്ടതായിട്ടാവാനാണ് സാധ്യത കേട്ടോ. എല്ലായിടത്തും എഴുത്തുകൾ വെറുതെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ഇവിടെ എഴുതി വെച്ച ലിപികളാണ് കേട്ടോ. കല്ലിൽ കൊത്തിവെച്ച ഇവിടെയൊക്കെ കല്ലിൽ കൊത്തിവെച്ച ലിപികളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗം. മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ.
ഈ ക്ഷേത്രത്തിന് നിഴലില്ല എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അതിൻ്റെ മേലല്ലേ ഏറ്റവും ടോപ്പിലുള്ള ആ ബോൾ ഒറ്റ കല്ലാണ് കേട്ടോ, ഒറ്റ കല്ലാണ്. അത് ആനകളെ കൊണ്ട് കെട്ടിവലിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യമുള്ളത്. ആ മേലത്തെ ബോൾ ഒറ്റ കല്ലാണ്, അത് ആനകളെ കൊണ്ട് കെട്ടിവലിച്ചിട്ടാണ് അത്രയും ഹൈറ്റിൽ കയറ്റി വെച്ചെന്നുള്ള ഒരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഏരിയയിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ഏരിയ മൊത്തം കരിങ്കല്ലും ഈ ഒരു ഏരിയ മൊത്തം ഇഷ്ടികയാണ് പാകിയിട്ടുള്ളത് കേട്ടോ. മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വലിയൊരു എന്ത് മരമാണിത്? ആര്യവേപ്പിൻ്റെ വലിയൊരു മരം ഉണ്ട് കേട്ടോ. ഇവിടെയും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് മേലൊക്കെ ചിത്രപ്പണികൾ ഒരുപാടുണ്ട് എന്നുള്ള കേട്ടോ. മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളുണ്ട്. പെയിൻറ്റിങ് കേട്ടോ. ശിവശിവ എന്ന് എഴുതി വെച്ചിട്ടുള്ള ആ ഭാഗത്തേക്ക് വരുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു കാളയുടെ വലിയൊരു പ്രതിമയെ കാണാം കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ആയിട്ട് വലിയൊരു കൊടിമരമുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വേറെ തന്നെ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ബിൽഡിംഗ് കൂടി കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കല്ലുകളാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ സൺസൈഡൊക്കെ കല്ലുകളാണ്. ഇതിങ്ങനെ ക്ഷേത്രമാണ് കേട്ടോ വരുന്നത് ഉള്ളിലേക്ക്. അവിടെ നമ്മൾ കയറുന്നില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ക്യാമറ അലോട്ടില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ച ബിൽഡിങ്ങിനെ കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതായത് ആ ഒരു വലിയ ഹൈറ്റിലുള്ള ഒരു ഇതുണ്ടല്ലോ, അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. കരിങ്കല്ലുകളാൽ തീർത്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് പാടികളാണ് ഉള്ളത്. ആളുകൾ ഒരുപാടുണ്ട്. ഇന്നൊരു ശനിയാഴ്ച ആയതിനാലാകാം എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇവിടുന്ന് കയറിയ പാട് വലത്തേ ഭാഗത്തായിട്ട് ചന്ദനത്തിരികളും കാര്യങ്ങളൊക്കെ തെളിച്ചിട്ടൊരു ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ തൊട്ട് ഒറ്റ കല്ലിൽ തീർത്ത വലിയൊരു പ്രതിമ. അങ്ങനെ ഇത്രയും വലിയ ഡോറാണ് ഇതിനുള്ളത്. ഫുള്ള് കല്ലുകൾ കൊണ്ടാണ് തീർത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഇതുപോലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ കിട്ടുക. ഒറ്റ വാതിലാട്ടോ, വലിയ വാതിലാണ്. ഇതിൻ്റെ ഉൾഭാഗത്ത് ഇത്രയും ക്രൗഡ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ദീപം തെളിക്കുന്ന സമയമാണെന്ന് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ആ ആളുകൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല തോന്നുന്നുണ്ട്. അവിടെ പിന്നെ നോ ഫോട്ടോ നോ വീഡിയോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഇരു സൈഡുകളിലും ഒരുപാട് പ്രതിമകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ പ്രതിമ ഒറ്റ കല്ലിൽ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ലിപികൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് മൊത്തം അങ്ങനെയാണ്. ഈ ഒരു ലൈൻ കേട്ടോ, ഈ കാണുന്ന ഈ ഒരു ലൈന് മൊത്തം തല്ല വരെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ, അതായത് ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗമാണ്, ഒരുപാട് പ്രതിമകൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗം ഇവിടെയും കണ്ടു. കൊത്തുപണികൾ കൊണ്ട് ഇങ്ങോട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒക്കെ കല്ലുകളിലാണ് തീർത്തിട്ടുള്ളത് കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് കേട്ടോ. ലാസ്റ്റ് ഭാഗത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ വരുന്നത്. ഇങ്ങനെ ഒറ്റ നിൽപ്പിൽ നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വിളക്ക് കാര്യങ്ങളൊക്കെ തെളിക്കുന്ന ഒരു സ്ഥലം കൂടിയും കണ്ടിട്ടോ. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എഴുത്ത് കാര്യങ്ങൾ ഇത് സ്റ്റീലിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൽ നീല നിറത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൊത്തുപണികളാണ്. തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കണ്ട പോലെ ഇതുപോലത്തെ ഒരു മരം ഉണ്ട് കേട്ടോ, ആര്യവേപ്പിൻ്റെ മരം. ആ മരത്തിൻ്റെ ഒരു വണ്ണം നോക്കുകയാണ് എന്തുമാത്രം പഴക്കമുണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കിണർ കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൽ വെള്ളം ഉണ്ടോ നോക്കാം. വെള്ളം കാണാനൊന്നുമില്ല, ഒരുപാട് താഴ്ച ഉണ്ട് കേട്ടോ. കണ്ടമാനം താഴ്ച ഉണ്ട്. വെള്ളം കാര്യങ്ങളൊന്നും കാണാനേ ഇല്ല. ഈ ഒരു സാധനം ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടോ. അതും കണ്ടാണ് മരമാണ് കേട്ടോ. മരം ഇങ്ങനെ വെച്ചിക്കാണ് കട്ട് ചെയ്തിട്ട് റൗണ്ട് അടിച്ചിട്ട്. പഴയ കാലൊരു സാധനം കേട്ടോ, മരമുട്ടിയാണ് കേട്ടോ. മരമുട്ടി ഇങ്ങനെ വെച്ചിക്കാണ് ഒരു പൈപ്പിന് ചുറ്റിയിട്ട്. ഒരു വെറൈറ്റി സംഭവമായി പോയി, ഇതുവരെ കാണാത്തൊരു ഐറ്റം. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഉത്സവത്തിന് കാര്യങ്ങൾക്കൊക്കെ വന്നിരുന്നതായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഇതൊക്കെ മരത്തടിയിലാണ് തീർത്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ഒരാളെ
പ്രതിബിംബമുണ്ട്. ഇവിടെ ഇതുപോലെ ലൈൻ നിന്നിട്ടേ അവിടെ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. ഈ മരത്തിനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, കണ്ടാലോ? ഇതുപോലെ തൂണുകളും കാര്യങ്ങളൊക്കെ വെച്ച് താങ്ങി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ മരത്തിനെ പുളിമരാണേ, എല്ലാ സൈഡിലും തൂണുകൾ വെച്ച് താങ്ങി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ തിരിച്ചു വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ടത്. ഇത് തിരിച്ചു വരുമ്പോഴുള്ള മൂന്നാമത്തെ ഗേറ്റ്, 2ാമത്തെ ഗേറ്റ്, പിന്നെ 1ാമത്തെ ഗേറ്റ് അങ്ങനെ ഉണ്ടാവും കേട്ടോ. തിരിച്ചു വരുമ്പോഴും നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേപോലത്തെ രൂപമാണ് കേട്ടോ. കൊത്തുപണികളും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് ഉള്ളത്. ബാത്റൂമുക്ക് പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു ഷെഡുണ്ട്. ആ ഷെഡിൽ കണ്ടൊരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. മരം കൊണ്ട് ആ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. മനോഹരമായിട്ടുണ്ട്. ഇവിടുന്ന് കയറി ചെല്ലണ ഈ സ്റ്റെപ്പ് മുതൽ അവിടെ വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ട് കേട്ടോ, മൊബൈൽ ATM. ഇതൊന്നും നമ്മളെ നാട്ടിലില്ല എന്നുള്ളത് പ്രത്യേകം ഭയങ്കര സംഭവം കേട്ടോ. ഇവിടുന്ന് നമുക്ക് ക്യാഷ് എടുക്കാം. വ്യത്യസ്തമായിട്ടുള്ള ഓട്ടോ ഒരു ബസ് മാതിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബസ് മാതിരി ഉണ്ട് കേട്ടോ, 3 ചക്ര വണ്ടിയാണ്. പോലീസുകാർ പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ.